എന്താടാ, എന്താ നിന്റെ പ്രശ്നം? ക്ലീറ്റസ് പറഞ്ഞതുപോലെ ഞാനിപ്പോ പൊട്ടക്കണിട്ടില്ല. അവനെന്തു പറഞ്ഞു? അത് എടാ, അവൻ പൊട്ടക്കിണറ്റിലെ തവളയാ. അവനെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി മൂഡ് ഓഫ് ആയി നടക്കുകയാണോ നീ? അവൻ പറഞ്ഞതില് കുറെയൊക്കെ സത്യമുണ്ട്. എന്ത് സത്യം? നീ സീരിയസ് ആണോ? എന്താണെങ്കിലും എന്നോട് പറ. അല്ലെങ്കിൽ വേണ്ട, സത്യയെ കാണട്ടെ, ഞാൻ അവളോട് ചോദിക്കാം. നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവൾക്കറിയാതിരിക്കില്ലല്ലോ. എന്നോട് അവളത് പറയാതെ ഇരിക്കില്ല. എനിക്കിപ്പോ നിങ്ങൾ എല്ലാവരെക്കാളും വിശ്വാസം അവളെയാ. എനിക്ക് ആക്സിഡന്റ് ആയ കാര്യം അമ്മ അറിഞ്ഞില്ലേ? ഇല്ല സത്യ, അമ്മയെ അറിയിച്ചിട്ടില്ല. എനിക്ക് തോന്നി. അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയും അച്ഛമ്മയും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകുമായിരുന്നേനെ. അത് പിന്നെ വിമലാമ്മയ്ക്ക് സുഖമില്ലാതിരുന്നോണ്ടാ പറയാതിരുന്നത്. അമ്മയ്ക്ക് എന്താ അസുഖം? അല്ല, പേടിക്കാനൊന്നുമില്ല. സത്യ ആക്സിഡന്റ് ആയ കാര്യം ദിവ്യയെ വിളിച്ചു പറഞ്ഞപ്പോഴാ അമ്മ BP കുറഞ്ഞു കിടക്കാണെന്ന് അറിഞ്ഞത്. ആക്സിഡന്റിന്റെ കാര്യം തൽക്കാലം അമ്മയെ അറിയിക്കണ്ടെന്ന് പറഞ്ഞതും ദിവ്യ തന്നെയാ. അത് നന്നായി. പാവം ദിവ്യേജി, സത്യ കണ്ടിട്ട് അവള് വല്ലാതെ സങ്കടപ്പെട്ടിട്ടാ പോയത്. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമായെന്നാ പറഞ്ഞത്. എന്തായാലും അമ്മയും അച്ഛമ്മയും ഒന്നും അറിയിക്കാതിരുന്നത് നന്നായി. എനിക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യം ഒരിക്കലും അവരറിയരുത്. ഇത് കുട്ടിക്കളിയല്ല, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ പറയുന്ന കേട്ടാ തോന്നും ഇതൊക്കെ എളുപ്പകാര്യമാണെന്നോ. എളുപ്പകാര്യമല്ലാന്ന് അറിയാം, പക്ഷേ തലവെച്ച് കൊടുക്കുന്നതിന് മുൻപ് അതിന്ന് തടി ഊരുന്നതാ എല്ലാവർക്കും നല്ലത്. സുധിയും ദിവ്യയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതാ. ഡേറ്റും ഫിക്സ് ചെയ്തു. അതിനെന്താ അമ്മേ, കല്യാണ ദിവസം താലി കെട്ടുന്നതിന് തൊട്ടു മുൻപ് തന്നെ വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരില്ലേ? നാണോ മാനോ ഇല്ലാത്തവരൊക്കെ അങ്ങനെ ചെയ്തെന്ന് വരും. അത്തരം പ്രവൃത്തികളൊന്നും നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിരുന്ന ഒടുക്കം കുടുംബം തകരും. ദിവ്യയുടെ ജാതകത്തിന് എന്തോ പ്രശ്നമുണ്ട്, അത് ഉറപ്പാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നീ പറയുന്നത് പോലെ അച്ഛനോട് ഈ കാര്യം ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. അച്ഛൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല. സാവകാശം അമ്മ തന്നെ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിച്ചാ മതി. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ഈ കാര്യത്തിൽ കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ മാത്രല്ല, സുധി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ മറക്കാൻ പറഞ്ഞ അവൻ അതിന് കഴിയോ? ഈ മറക്കലും മാറി ചിന്തിക്കലും ഒക്കെ ഇപ്പൊ ഒരു ഫാഷനാ അമ്മേ. ഒരാളില്ലെങ്കിൽ വേറൊരാള്. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സുധിയെ കൊണ്ട് എനിക്ക് പൂജയെ കല്യാണം കഴിപ്പിക്കാനാണെന്ന്, അല്ലേ? സുധി ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ, പക്ഷെ ദിവ്യ, അവള് വേണ്ട. അവളുമായുള്ള കല്യാണം നിശ്ചയിച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഈ വീട്ടിൽ അനർത്ഥങ്ങള്. ഒടുക്കം അച്ഛനിതാ ഹാർട്ട് അറ്റാക്ക് വരെ വന്നിരിക്കുന്നു. ഈ കല്യാണം നടന്ന നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്നെ കണ്ടിട്ട് കൊറേ ആയല്ലോ. ഒരാവശ്യം വരുമ്പോഴല്ലേ ഞാൻ വരേണ്ടതുള്ളൂ. സത്യം എവിടെയുണ്ടോ? ഇല്ല, അവളെ കാണാൻ വന്നതാണോ? അല്ല, വിമലേച്ചില്ലേ ഇവിടെ? അവളിവിടെ ഹോമിയോയിൽ പോയിരിക്കേ. നിനക്ക് എന്താ വേണ്ടത്? സത്യയ്ക്ക് നല്ലൊരു ആലോചനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെയോ? പക്ഷേ ദിവ്യയുടെ കല്യാണം കഴിയാതെ അവർക്കങ്ങനെ തിടുക്കൊന്നുമില്ല. എല്ലാം ഒന്ന് പറഞ്ഞൊപ്പിച്ച് വെച്ചാ മതി. പക്ഷേ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. നല്ല ചെറുക്കൻ, സ്വഭാവവും നന്ന്, തറവാടിത്വം വേണ്ടുവോളം. സത്യയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു ഫാമിലിയാ. പയ്യന് അവളെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. ജാതകം ഒത്താൽ ഈ വിവാഹം ഉറപ്പാ. സത്യ പക്ഷേ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അവര് തമ്മിൽ നല്ല ഇഷ്ടത്തിലുവാ. ആഹാ, ജാതക പൊരുത്തം നോക്കിയോ? ഇല്ല. എന്താ, പൊരുത്തം ഒന്നും നോക്കുന്നില്ലേ? എല്ലാം നോക്കണം.
നിന്നെ കണ്ട് അവന്റെ വീടും ചുറ്റുപാടും എല്ലാം ഒന്ന് അറിഞ്ഞു വരണോന്ന് വിചാരിച്ചിട്ട് കുറേയായി. അതിനെന്താ, ഞാൻ അന്വേഷിക്കാം. പറ്റിയാൽ ജാതക പൊരുത്തവും നോക്കാം. സത്യയുടെ ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലാതെ അവന്റെ അച്ഛനോ അമ്മയോ വരികയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് ഒരു കുറച്ചിലല്ലേ? ഒരു കുറച്ചിലുമില്ല. വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. കുട്ടിയുടെ ജാതകക്കുറിപ്പ് എടുത്തോണ്ട് വന്നേ. എന്നാ നീ കയറിയിരിക്കെ. കട്ടൻ ചായ എന്തെങ്കിലും എടുക്കണോ? വേണ്ട വേണ്ട. ഇത് ദിവ്യയുടേതാണല്ലോ. അവളുടെ കുറിപ്പ് അന്ന് സുധിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടതായിരുന്നു. ഇതെന്താ അച്ഛമ്മ തിരയുന്നത്? എന്താ അച്ഛമ്മ? ഇതിൽ വച്ചിരുന്ന സത്യയുടെ തലക്കുറി എവിടെ? അത് എനിക്കറിയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും തലക്കുറി ഒരുമിച്ചായിരുന്നില്ലേ വച്ചിരുന്നത്? ആ, അതൊന്നും എനിക്കറിയില്ല. അല്ല, അച്ഛമ്മയ്ക്ക് ഇപ്പൊ എന്തിനാ സത്യയുടെ തലക്കുറി? ആ ബ്രോക്കർ മധു വന്നിട്ടുണ്ട്. സത്യക്ക് ഇഷ്ടപ്പെട്ട ആ പയ്യനില്ലേ, അവന്റെ വീട്ടിൽ പോയി മധു സംസാരിക്കാമെന്ന് പറഞ്ഞു. ജാതകക്കുറി കൂടി കിട്ടിയ പൊരുത്തവും നോക്കാമെന്ന് വെച്ചു. സത്യക്ക് കല്യാണോ? അത് അവള് സമ്മതിച്ചോ? അവക്ക് ഇഷ്ടായതുകൊണ്ടാണല്ലോ ജാതകം നോക്കിക്കാന്ന് വെച്ചത്. നീയല്ലേ അന്ന് നിന്റെ ജാതകക്കുറി എടുത്തു തന്നത്. അപ്പൊ സത്യയുടെ കുറി എവിടെ? എടി, ഇതന്ന് അവർക്ക് കൊടുത്തതല്ലേ? അത് എന്റെ കുറിയുടെ 2 കോപ്പി ഉണ്ടായിരുന്നു. ആ, നീ സത്യയുടെ കുറിപ്പ് ഇവിടെ ഉണ്ടോന്ന് നോക്ക്, എന്നിട്ട് എടുത്തു വെക്ക. എവിടെ ജാതകക്കുറിപ്പ് കിട്ടിയോ? അത് വിമലയാ കൊണ്ടുപോയി വച്ചത്. അവള് കടയിൽ പോയിരിക്കുക. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. സാരമില്ല, നോക്കിയെടുത്ത് വെച്ചാ മതി. ഞാൻ ആ രാജപ്പൻ ചേട്ടന്റെ മോൾക്ക് ഒരു ചെക്കന്റെ കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഒന്ന് പോയിട്ട് വരാം. എന്നാ നീ പോയിട്ട് വാ, അപ്പോഴേക്ക് എടുത്തു വെക്ക. ആ, പിന്നെ ആ പയ്യന്റെ അഡ്രസ് ഒന്ന് തന്നെ, ഞാനൊന്ന് അന്വേഷിക്കാം. അഡ്രസ് അത് ദിവ്യക്ക് അറിയായിരിക്കും. അത് ഞാൻ എടുത്തു വെച്ചേക്കാം. നീ പോയിട്ട് വാ. ദിവ്യേ, ഹലോ കുരുവി, സത്യക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുരുവിയല്ല, ഞാനാ. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. വിക്രമൻ എവിടെയാ? ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. സത്യ മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതിനെല്ലാം ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഉണ്ടല്ലോ. വരണമെന്നുണ്ടായിരുന്നു സത്യ. ഇന്നലെ ചെന്നൈയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വരാൻ ലേറ്റായി. എന്തായാലും നാളെ വരാം സത്യ. നാളെ വരുമല്ലോ. ദേ, എന്നെ പറ്റിക്കരുത്. ഞാനിവിടെ കുരുവിയോടും നത്തോലിയോടും ഒക്കെ പറയും, വിക്രമനെ കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണെന്ന്. ഡോക്ടർ പറയുന്ന അനുസരിക്ക്. നന്നായി റെസ്റ്റ് എടുക്കണം. ശരിക്കും ഭക്ഷണം കഴിക്കണം.
ഓ അങ്ങനെ ആയിക്കോട്ടെ സർ. ഈ ഫോണിൽ കൂടി ഇങ്ങനെയൊക്കെ പറയാതെ ഒന്ന് വന്നൂടെ വിക്രമ? ആക്സിഡന്റ് പറ്റിയപ്പോൾ ഞാനും ക്ലീറ്റസും ഒക്കെ പേടിച്ചു പോയി. സത്യം ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞു. എന്നെ രക്ഷിച്ചത് വിക്രമനല്ലേ? എന്തായാലും ഉടനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ തോന്നുന്നേ. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ കഴിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര മാസമായിന്നോ? ആക്സിഡന്റ് പറ്റിയ ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടി വരും. സത്യം ഒന്ന് സമാധാനപ്പെട്. വിക്രമൻ അങ്ങനൊക്കെ പറയാം. ഞാൻ ഇവിടെ മടുത്തു. എനിക്ക് എത്രയും വേഗം എന്റെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് എത്തിയാ മതി. എത്രയും പെട്ടെന്ന് അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ആ, ഞാൻ ഡിസ്ചാർജ് ആയി. ഇപ്പൊ കാറിലാ. അങ്ങനെ ചുമ്മാതിരുന്നാ ശരിയാവില്ലല്ലോ. ഞാനിപ്പോ ഞങ്ങളുടെ സാമ്രാജ്യത്തിലാ, എന്റെ വർക്ക്ഷോപ്പില്. ഇനി പതിയെ പതിയെ ജോലി എടുത്ത് തുടങ്ങണം. ശ്രദ്ധിക്കണം സത്യ. ജോലിയൊന്നും ഇപ്പൊ ചെയ്യണ്ട. സമയമാവുമ്പോ ഞാൻ പറയാം. എന്തായാലും ഇങ്ങനൊരു പുതിയ ജീവിതം തന്നതിന് താങ്ക്സ്. ആ, അമ്മേ, ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരുവോ? ഇവിടെ മുട്ടയില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല. സത്യക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളൊന്നും വിളിക്കാതിരിക്കില്ല. അവള് ജനിച്ചത് തന്നെ വലിയ ആപത്താ. അവളില്ലെങ്കിൽ കാണായിരുന്നു. ഞാനും നീയും നിന്റെ അമ്മയൊക്കെ പട്ടിണി എന്താണെന്നറിയാതെ കഴിയുന്നത് സത്യം ഒരാളുള്ളത് കൊണ്ട് മാത്രം. ദൈവത്തെ മറന്ന് സംസാരിക്കരുത് മോളെ. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ദൈവം എവിടെ? എത്ര ദിവസമായി അവൾ ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട്? അത് അന്വേഷിക്കേണ്ടതേ നമ്മളുടെ കടമയാ. അന്വേഷിച്ചു പോവാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. നിനക്കൊന്ന് വർക്ക്ഷോപ്പ് വരെ പോയി നോക്കിയാൽ എന്താ? സത്യം അവിടെ കാണും, എനിക്ക് ഉറപ്പാ. ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പോയി നോക്കുന്നേ? അവളുടെ ഫോൺ ഓഫാ, അതുകൊണ്ടാ നിന്റെ കാല് പിടിക്കുന്നത്. എന്റെ കാലൊന്നും ആരും പിടിക്കണ്ട. എനിക്കിപ്പോ അവളുടെ കാര്യം നോക്കി പോവാൻ സമയമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ പോയി നോക്കാം. സത്യയെ കാണാത്തതിൽ എനിക്ക് മാത്രമല്ലേ ആദ്യമുള്ളൂ. അച്ഛമ്മ ഇപ്പൊ വർക്ക്ഷോപ്പിലേക്ക് പോയാൽ എല്ലാം കുളമാവും. സത്യക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യം ആരെങ്കിലും പറഞ്ഞ അറിയും. അച്ഛമ്മേ, അച്ഛമ്മ ഇപ്പൊ വർക്ക്ഷോപ്പിലേക്ക് പോണ്ട. അതെന്താ? സത്യ കുറച്ചു കഴിഞ്ഞാ വരും. ആര് പറഞ്ഞു? അത് പിന്നെ ഞാൻ അവളെ വിളിച്ചായിരുന്നു. നീ വിളിച്ചപ്പോ അവൾ എന്താ പറഞ്ഞത്? അവള് വർക്ക്ഷോപ്പിലുണ്ട്. എന്തോ ജോലി തിരക്കിലാണത്രേ. തിരക്കിനിടയിൽ ശല്യപ്പെടുത്തിയെന്ന് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. എത്ര തിരക്കാണെങ്കിലും അങ്ങനെ അവൾ ചെയ്യില്ലല്ലോ. ഇതാണ് അച്ഛമ്മയ്ക്ക് അല്ലെങ്കിലും എന്നെക്കാളും വിശ്വാസം സത്യമാണല്ലോ. നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മോളെ. എത്ര തിരക്കായാലും ഒന്ന് ഇവിടം വരെ വരാൻ പോലും സമയമില്ലാത്ത എന്ത് തിരക്കാ സത്യക്ക് അവിടെ ഉള്ളത്. അതൊന്നും എനിക്കറിയില്ല. അച്ഛമ്മ എന്തായാലും ഇപ്പൊ അവിടെ ചെന്ന് അവളെ ശല്യം ചെയ്യണ്ട. ഞാൻ നിനക്കൊരു ശല്യമായിരിക്കും, പക്ഷേ സത്യക്കൊരിക്കലും ഞാനൊരു ശല്യമാവില്ല. എന്താ സത്യം ചെയ്യുന്നേ? നിനക്കെന്താ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എണീറ്റ എവിടുന്ന്? അങ്ങോട്ട് വെറുതെ കുരുവി നോക്കി എന്താ ചെയ്യുന്നതെന്ന്. സത്യം എന്തിനാ വേണ്ടാത്ത പണിയൊക്കെ ചെയ്യുന്നേ? ഇത് വേണ്ടാത്ത പണിയാണോ? ഔസേപ്പേട്ടന്റെ ബൈക്കാ. 1 മണിക്കൂറിനുള്ളിൽ റിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതാ. അതൊക്കെ ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം. അവിടെ അങ്ങനെ പോയിരുന്നേ. അസുഖം ശരിക്കും മാറാൻ സത്യം ഒരു ജോലിയും ചെയ്യേണ്ടതില്ല. അതെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. സത്യ തൽക്കാലം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക. അതെ, അതാ നല്ലത്. ദേ, നീയൊക്കെ കൂടി എന്നെ വലിയ രോഗിയാക്കി മാറ്റല്ലേ. ആരാ ഇവിടെ രോഗി? അച്ഛമ്മയോ? നിനക്കെന്നെ മനസ്സിലായി അല്ലേ? അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞേ? നീ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട്? ആളെ കണ്ടാ മനസ്സിലാവാത്ത വിധത്തിലായി കാണും അല്ലേ? ഓ, തമാശ. ചിരിക്കടാ. അച്ഛമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ?
വന്നതാണോ കുഴപ്പം? ഫോൺ വിളിച്ചാ സ്വിച്ച് ഓഫ്. എനിക്കറിയണം നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം. അത് പിന്നെ നിനക്ക് വല്ല അസുഖം വന്നോ മോളെ? ഏയ് ഇല്ല. അച്ഛൻ എന്തായി പറയുന്നേ? സത്യം പറഞ്ഞു, നീ ആശുപത്രിയിലായിരുന്നില്ലേ? ആശുപത്രിയിലോ? എന്തിന്? അച്ഛമ്മയോട് ആരെയും നുണകളൊക്കെ പറഞ്ഞിരുന്നേ? നീ എന്നോട് നുണ പറയരുത്. ഞാൻ ഇതുവരെ അച്ഛമ്മയുടെ എന്തെങ്കിലും കാര്യത്തിന് നുണ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ നീ എറണാകുളത്ത് പോയതാന്ന് പറഞ്ഞത് നുണയാ. എറണാകുളത്ത് പോയതാണെന്ന് ആര് പറഞ്ഞു? ദേ ആ തടിയൻ. പിന്നെ നിന്റെ ചേച്ചിയും പറഞ്ഞു. അത് പിന്നെ അന്നൊരിക്കൽ സത്യ എറണാകുളത്ത് പോയിട്ടില്ലായിരുന്നോ? അന്ന് പോയത് ശരിയാ. ആ സേട്ടുവിന്റെ വണ്ടി നന്നാക്കാൻ വേണ്ടി. മതി, ഇനി നിന്നെ ഞാൻ എവിടേക്കും വിടില്ല. വാ നമുക്ക് പോവാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എവിടേക്കാ? അച്ഛമ്മ നടന്നു, ഞാൻ വരാം. അത് വേണ്ട, അച്ഛമ്മയുടെ കൂടെ പൊയ്ക്കൂ. സത്യ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കാൻ ഇവക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോടാ? അത് അസുഖം ഉണ്ടായിട്ടല്ല, വീട്ടിൽ പോയിട്ട് കുറെ ദിവസം ആയില്ലേ. ഓ, അത് ഇവിടെ ഒരുപാട്. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ വന്നേ. നീ വരാതെ ഞാൻ പോകുന്നില്ല. അച്ഛമ്മയുടെ ഒരു കാര്യം. ശരി, ഞാൻ വരാം. വന്നേ. ആ ബൈക്ക് ഇപ്പൊ തന്നെ റെഡിയാക്കി കൊടുക്കണേ. ഓക്കെ ഡൺ. വാ വാ. അങ്ങനെ അവിടെ തിരുമേനി. ശരി. ഹോ, ദോഷങ്ങളെല്ലാം അവസാനിച്ചു എന്ന് തിരുമേനി പറഞ്ഞപ്പോഴാ ഒരു സമാധാനമായത്. നവംബർ 9 ഇനി അധികം ദിവസം ഇല്ല. അതെ, സുധിയോട് ഒന്ന് ആക്റ്റീവായി കാര്യങ്ങൾ നീക്കാൻ പറയണം. സ്വന്തം കല്യാണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ ആ വക കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. അതങ്ങനെയാ. ഇഷ്ടമില്ലാത്ത കല്യാണം ആവുമ്പോ അത്രയൊക്കെ താല്പര്യം കാണും. അതിന് സുധിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സുധി ഒരുപാട് ആഗ്രഹിച്ചിട്ട് തന്നെയാ ദിവ്യ വിവാഹം കഴിക്കുന്നത്. അത് ആർക്കാ ഇവിടെ അറിയാൻ പാടില്ലാത്തത്? അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇവള് വെറുതെ. ഞാൻ പറയുന്നതൊക്കെ വെറുതെ വിടുവായിത്തം. ദിവ്യയായിട്ട് സുധിയുടെ വിവാഹം നിശ്ചയിച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഈ വീടിന്റെ നാശം. ഇവിടെ എന്ത് നാശം? അച്ഛൻ അറ്റാക്ക് വന്നത് തന്നെ പോരെ. ദോഷങ്ങളെല്ലാം മാറിയെന്ന് തിരുമേനി അച്ഛനോട് പറഞ്ഞത്ര. എന്ത് ദോഷം മാറിയാലും ദിവ്യ എന്നുള്ള ആ ദോഷം മാറില്ലല്ലോ. അവളെ തന്നെ അല്ലേ സുധി ഈ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചോണ്ട് വരാൻ പോകുന്നത്. നിർത്ത്. ഇനി സുധിയുടെ വിവാഹം മാറ്റാനും തിരുത്താനും ഒന്നും ആര് വിചാരിച്ചാലും നടക്കില്ല. നീ നിന്റെ ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ 100 കൂട്ടം ജോലികളുണ്ട്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ വിവാഹത്തിനുള്ളൂ. ഇവൾക്കെന്താ ഈ സമയത്തൊരു പ്രാർത്ഥന? ഇത് പതിവില്ലാത്തതാണല്ലോ. അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്താ മോളെ നിനക്ക്? ഒന്ന് അനുഗ്രഹിക്കണ്ട അച്ഛമ്മ. നന്നായി വരും. അമ്മയുടെ അനുഗ്രഹവും വേണം. എന്താ കാരണമില്ലാത്തൊരു അനുഗ്രഹം വാങ്ങിക്കില്ലേ? കാരണമൊക്കെ ഉണ്ട്. എണീക്ക് മോളെ. എന്താ മോളെ ഇന്ന് ഇങ്ങനെ? അതെ, എനിക്ക് അച്ഛന്റെ മോതിരം വേണമായിരുന്നു. നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മോതിരം അല്ലേ അത്?
അതെടുക്കാൻ നിനക്കെന്തിനാ സമ്മതവും അനുഗ്രഹവും ഒക്കെ? അലമാരയിൽ ഇരിപ്പുണ്ട്, മോള് പോയി എടുത്തു. സത്യക്ക് ഇപ്പൊ എന്തിനാ മോതിരം? ആർക്കറിയാം, വിൽക്കാനായിരിക്കും, അല്ലാതെ എന്തിനാ? ഒരുപാട് അത്യാവശ്യങ്ങൾ വന്നിട്ടും അത് വിൽക്കാൻ സത്യ സമ്മതിച്ചിട്ടില്ല. പിന്നെയാ എന്തോ സന്തോഷമുള്ള കാര്യത്തിന് വേണ്ടിയാ. അവളുടെ മുഖം കണ്ടാൽ അറിയാം. മോളെ, ചേച്ചിയോട് പറയാൻ പറ്റാത്ത എന്ത് സന്തോഷം നിനക്കുള്ളത്? ചേച്ചിയോടെന്നല്ല, എനിക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അത് ഞാൻ ഈ വീട്ടിൽ എല്ലാവരോടും പറയും. നീ വീട്ടുകാരുടെ സന്തോഷം ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാ നിനക്ക് ആക്സിഡന്റ് ആയ വിവരം ഞാൻ ഇവിടെ ആരോടും പറയാതിരുന്നേ. അറിയാടി, എല്ലാം എന്നോട് കുരുവി പറഞ്ഞു. എന്നാ പറ, എന്താ നിന്റെ സന്തോഷം? അത് ഞാൻ ചേച്ചിയോട് പറയാം. നിന്റെ സന്തോഷം ചേച്ചിയോട് മാത്രമേ പറയൂ എന്നുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല അച്ഛമ്മ. എങ്കി പറ, നിനക്ക് ഇപ്പോഴെന്തിനാ അച്ഛന്റെ മോതിരം?